ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിസ്റ്റോറിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും ക്ഷണിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആവർത്തിച്ചു കാണിച്ചിട്ടുള്ള, അതായത് കഴിഞ്ഞ എക്സാമുകളിലൊക്കെ മാത്സിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4:5 into 4:3 all raised to 2 എത്രയാണെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മിക്ക എക്സാമിനും ഉണ്ടാവാറുണ്ട്, കണ്ടിട്ടുണ്ട് കേട്ടോ. ഇത് കിടക്കുന്നത് എന്ത് ഫോമിലാണ്? 4:3 all raised to 2 അത് എന്ത് ഫോമിലാണ് കിടക്കുന്നത്? a⁻m all raised to n ഫോമിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട് ഇവിടെ. a⁻m all raised to n ഫോമിലാണെങ്കിൽ a⁻m into n ആണെന്ന് ഓർക്കുക. ഓക്കെ, a⁻m all raised to n ഫോമിലാണെങ്കിൽ എന്തായിരിക്കും? a⁻m into n ആയിരിക്കും. അതായത് ഇവിടെ എങ്ങനെയാണ്? 4:3 all raised to 2 അല്ലേ? അപ്പൊ എങ്ങനെയാ വരിക? 4:3 into 2 ദാറ്റ് ഈസ് 4:6 എന്നാണ് വരിക. ഓക്കെ, ദെൻ പിന്നെ എന്താണുള്ളത്? 4:5 into ഇതെങ്ങനെ കിട്ടി നമുക്ക്? 4:6 എന്ന് കിട്ടി. ഇനി ഇതല്ലേ കാണണ്ടോ? അപ്പോ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a⁻m into a⁻n ഫോമിലാണ്. ഇൻഡു ചിഹ്നം വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും? a⁻m plus n ആയിരിക്കും. എന്തായിരിക്കും? a⁻m plus n ആയിരിക്കും കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടില്ലേ? എത്രയാണ് ആൻസർ വരിക? 4:5 plus 6 ദാറ്റ് ഈസ് എത്രയായിരിക്കും? 4:11 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മിക്ക എക്സാമുകളിലും ചോദിക്കാറുണ്ട് കേട്ടോ. a⁻m all raised to n എന്ന് പറയുന്നത് എന്തായിരിക്കും? a⁻m into n ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഫോമിലേക്ക് നമ്മൾ ഇതിനെ മാറ്റി 4:3 all raised to 2 മാറ്റിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4:6 എന്ന് കിട്ടി അല്ലെ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതാണ്. 4:5 into 4:3 all raised to 2 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഭാഗം നമുക്ക് 4:6 ആണെന്ന് കിട്ടി അല്ലെ? ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 4:5 into 4:6 കാണുന്നു. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a⁻m into a⁻n ഫോമിലാണ് കിടക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? a⁻m plus n ആയിരിക്കും. അതായത് 4:5 plus 6 ആയിരിക്കും. ആൻസർ എന്ത് വരുന്നു? 4:11 എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻസ് ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. മിക്കപ്പോഴും ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇത്തിരി വലിപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ, 1500 രൂപ 3:2 എന്ന തോതിൽ രാമുവിനും ഗോപുവിനും നൽകുന്നു. രാമുവിന് എത്ര രൂപ കിട്ടും? ഓക്കെ, അപ്പൊ മൊത്തം എത്രയാണ്? 1500 രൂപയാണുള്ളത്. ഓക്കെ, അത് എത്ര തോതിലാണ്? ഏതാണ് അംശബന്ധം? 3:2 എന്ന അംശബന്ധത്തിലാണ്. ഓക്കെ, രാമു ഉണ്ട്, ഗോപു ഉണ്ട്. അപ്പൊ രാമുവിന് നമുക്ക് ആദ്യം രാമു ആണ്. അപ്പൊ 3 എന്ന് പറയുന്ന സംഖ്യ രാമുവിന്, 2 എന്ന് പറയുന്നത് ഗോപുവിന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അപ്പൊ രാമുവിന് എത്ര രൂപ കിട്ടും എന്നാണ് നമുക്ക് ആദ്യം കാണേണ്ടത്. ഓക്കെ, അപ്പൊ രാമുവിനെ നമ്മൾ എടുത്തു. ടോട്ടൽ എത്ര രൂപയുണ്ട്? 1500 രൂപയുണ്ട് അല്ലെ? അപ്പൊ ആദ്യത്തെ സംഖ്യ 3 ആണ്. ഓക്കെ, രാമുവിനും ഗോപുവിനും. അപ്പൊ ആദ്യം ആരാണ്? രാമു. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3/3 plus 2 കണ്ടാൽ മതി. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? രാമുവിന് എത്ര രൂപ കിട്ടും എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടോക്കാം അല്ലെ? 1500 into 3/5 അല്ലെ? അപ്പോ 5ലെ 15 3 പ്രാവശ്യം 2 0 കേട്ടിട്ടു. ഓക്കെ, 300 into 3 എത്രയാണ്? 900 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 900 ആണ് രാമുവിന് ലഭിക്കുന്ന രൂപ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടാമത്തെ നമ്മുടെ ആൻസർ 900 ആണ്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഗോപുവിന് എത്ര രൂപ കിട്ടും എന്നും കൂടി നോക്കാം. ഓക്കെ, അപ്പൊ ഗോപുവിന് എങ്ങനെയായിരിക്കും കാണുക? ഒന്ന് ഓർത്ത് നോക്കിയേ. മൊത്തം 1500 രൂപയുണ്ട്. അതില് 2/3 plus 2 അല്ലെ? ഇത് കണ്ടാൽ ഗോപുവിന്റെ നമുക്ക് കിട്ടും. അപ്പൊ 1500 into 2/5 എത്ര കിട്ടുക? 300. 300 into 2 ചെയ്താൽ എത്ര കിട്ടും? 600 കിട്ടും. അപ്പൊ ഗോപുവിന് കിട്ടുന്ന പൈസ എത്രയായിരിക്കും? 600 രൂപയായിരിക്കും. ദെൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നത് 1500 രൂപയായിരിക്കും. അപ്പൊ എന്താണ്? രാമുവിന് ലഭിക്കുന്നത് 900 രൂപയും ഗോപുവിന് ലഭിക്കുന്നത് 600 രൂപയായിരിക്കും. നമ്മളോട് ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, ഞാനിത് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തതും. 3/10നും 2/7നും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? 3/10നും 2/7നും. ഓക്കെ, അപ്പൊ 3/10നും 2/7നും ഇവയ്ക്കിടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാ? 3 plus 2 ആണ്. അതായത്
3+2/10+7 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ 5/17 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് രണ്ട് സംഖ്യകളെ, അംശങ്ങളെ തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഛേദങ്ങളെ തമ്മിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടും. ഇവിടെ എത്രയാണ് വരുന്നത്? 5/17 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്ന് പറയുന്നത് എപ്പോഴും PSC എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ക്ലോക്കിന്റെ ഭാഗത്ത് നിന്ന് പ്രതിബിംബം കാണുക, അതുപോലെ തന്നെ കോണളവ് കാണുക, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. PSC എക്സാം എഴുതുന്നവരാണെച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. നാലാമത്തെ ക്വസ്റ്റ്യൻ. സമയം 8:55 ആകുമ്പോൾ ക്ലോക്കിലെ സൂചികൾക്കിടയിലെ കോണളവ് എത്ര? ഓക്കെ, അപ്പൊ കോണളവ് എത്ര എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. ഏതാണ്? 30h - 11/2 മിനിറ്റ്. ഓക്കെ, അവർ സൂചി, മിനിറ്റ് സൂചി നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 8 എന്നും തന്നിട്ടുണ്ട്, 55 എന്നും തന്നിട്ടുണ്ട്. ദെൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാം. ഓക്കെ, 30 × 8 - 11/2 × 55. 11/2 എന്ന് പറയുന്നത് 5.5. 5.5 × 55 എത്രയായിരിക്കും? 302.5 ആയിരിക്കും. ഓക്കെ, ദെൻ 30 × 8 എത്രയായിരിക്കും? 8 3 24, 240 ആയിരിക്കും. ദെൻ 240 നിന്ന് 302.5 കുറച്ചാൽ എത്രയാണ് കിട്ടുക? 62.5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എത്ര കോണളവാണ്? 62.5 ഡിഗ്രി ആണ് നമുക്ക് കിട്ടും. എത്രയാണ്? 62.5 ഡിഗ്രി ആണെന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിച്ചാൽ മതി. ഓക്കെ, 30h - 11/2 മിനിറ്റ്. ഈ ഒരു ഇക്വേഷൻ മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. കോണളവ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോ ഇത് ഓർത്ത് വയ്ക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും ക്ലോക്കിന്റെ ഭാഗത്ത് നിന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ക്ലോക്കിലെ മണിക്കൂർ സൂചി 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് എത്താൻ മിനിറ്റ് സൂചിക്ക് എത്ര സമയം വേണം? ക്വസ്റ്റ്യൻ ക്ലിയർ ആവാത്തവര് അടിയിൽ നോക്കുക, ഞങ്ങൾ ക്വസ്റ്റ്യൻ ഇടാം കേട്ടോ. അപ്പൊ നോക്കാം. എന്താണ്? ക്ലോക്കിലെ മണിക്കൂർ സൂചി 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് എത്താൻ മിനിറ്റ് സൂചിക്ക് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് എത്രയാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. എത്രയാണ്? 30 ഡിഗ്രി ആണെന്ന് ഓർത്തു വെക്കുക. അതായത് മണിക്കൂർ സൂചി 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് 30 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് 6 മണിക്കൂർ കൊണ്ട് അത് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് നമുക്ക് എത്രയാണെന്ന് കണ്ടുകൂടെ? എങ്ങനെ കാണുക? 30 × 6 ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും? 180 കിട്ടും അല്ലെ. വളരെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ ഓർത്തേക്കേണ്ടത് എന്താണ്? 1 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് 30 ഡിഗ്രിയാണ്. അതൊന്ന് ഓർത്ത് വെക്കാം. അപ്പൊ 30 × 6 ചെയ്ത് കഴിഞ്ഞാൽ 6 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നത് 180 ഡിഗ്രി ആണെന്ന് കിട്ടി അല്ലെ. ദെൻ 1 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി സഞ്ചരിക്കും? 6 ഡിഗ്രിയാണ് സഞ്ചരിക്കുക. ഓക്കെ, മിനിറ്റ് സൂചി 1 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് എത്രയാണ്? 6 ഡിഗ്രി ആണെന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ നമുക്ക് 180/6 ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടില്ലേ? വളരെ സിമ്പിൾ ആയിട്ട്. അപ്പൊ എങ്ങനെ ചെയ്യാം? 180/6 ചെയ്യാം. അപ്പൊ എത്ര കിട്ടുക? 6 3 18, 30 മിനിറ്റ് എന്ന് നമ്മുടെ ആൻസർ കിട്ടും. വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? 1 മണിക്കൂർ കൊണ്ട് മണിക്കൂർ സൂചി സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണെന്ന് ഓർത്ത് വയ്ക്കുക. 1 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി സഞ്ചരിക്കുന്ന ഡിഗ്രി അളവ് 6 ഡിഗ്രി ആണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും മാത്രമേ ഈ ക്വസ്റ്റ്യനും ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കഴിഞ്ഞകാല എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള 5 ആവർത്തന ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. അപ്പൊ വളരെ സിമ്പിൾ ആണ്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അയക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ, ടാറ്റാ.